എന്തിനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? ഈ ജീവിതം ഒരു പരീക്ഷണം മാത്രമാണ് എന്ന യഥാർത്ഥ തിരിച്ചറിവ് അത് പഠിപ്പിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 1,00,000 ചില്ലാനം പ്രവാചകന്മാരെ ഭൂമിയിലേക്ക് നിയോഗിച്ചത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത. എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാർ റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. അൻ ഇഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാൻ, വജ്തനിബുത് ത്വാഗൂത, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന ദുർമൂർത്തികളിൽ നിന്ന്, ആരാധ്യ വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കാൻ. അതിനു വേണ്ടിയാണ് ഈ ജീവിതം എന്തിനു വേണ്ടി എന്ന് കൃത്യമായി അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. വെറുതെ അങ്ങോട്ട് പടച്ചു വിട്ടൊക്കെ മാത്രമല്ല, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പ്രായോഗികമായി ഓരോ സമൂഹങ്ങളിലെയും ആ സമൂഹങ്ങളിൽ ജീവിച്ച ആളുകളെ അവരിൽ നിന്ന് തന്നെ റസൂലായി നിശ്ചയിച്ചുകൊണ്ട് അവർക്ക് പരിചയമുള്ള, അവരുടെ ഇടയിൽ ജീവിച്ച ഒരു മനുഷ്യനെ അള്ളാഹു നബിയായി തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഏതൊരു നന്മയും, ഇപ്പം നമ്മൾ പറയല്ലോ സത്യം ചെയ്യണം, സത്യം പറയാവൂ, മാതാപിതാക്കളെ അനുസരിക്കണം, ആളുകളെ ഉപദ്രവിക്കരുത്. അപ്പം ഇങ്ങനെ പറയാം, സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ നന്മയായി കാണുന്നുണ്ടോ അതെല്ലാം ഇവിടെ പ്രവാചകന്മാർ പഠിപ്പിച്ചതാണ്. ഇപ്പം നമ്മൾ വിവാഹം, കുടുംബം, വിവാഹമൊന്നും മനുഷ്യങ്ങനെ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഒന്നല്ല. സോക്രട്ടീസ് പാറപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കണ്ടുപിടിച്ച ഒന്നതല്ല വിവാഹം എന്ന് പറയുന്നത്. അത് അള്ളാഹു പ്രവാചകന്മാരിലൂടെ മനുഷ്യരെ പഠിപ്പിച്ച കാര്യമാണ്. എങ്ങനെയാണ് വിവാഹം നടത്തേണ്ടത്, എങ്ങനെയാണ് കുടുംബം. ഇതൊക്കെ അള്ളാഹു നന്മയായി നമ്മൾ എന്തൊക്കെ ഈ ഭൂമിയിൽ കാണുന്നുണ്ടോ അതൊക്കെ അള്ളാഹു പ്രവാചകന്മാരിലൂടെ മനുഷ്യനെ പഠിപ്പിച്ചത് തലമുറകളിലൂടെ കൈമാറി വന്ന് നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ തൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്തിയതല്ല ഈ ധാർമ്മികതയും ഈ മാനുഷിക മൂല്യങ്ങളൊക്കെ. അപ്പം നമ്മളിവിടെ തിരിച്ചറിയേണ്ടത്, നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് എന്ന കൃത്യമായ ബോധമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പതറിപ്പോകും. സൂറത്തുൽ ബഖറയിലെ 155, 156, 157 ഈ 3 ആയത്ത് നമ്മൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബുലുവന്നകും, അറബി ഗ്രാമർ അറിയണവർക്കറിയാം. അറബിയിൽ ലാമു തൗക്കീദ് എന്ന് പറയും. ലാ എന്ന് തുടക്കത്തിലുണ്ട്, വലൻ, എന്നിട്ട് അത് അവസാനിപ്പിക്കൊരു നൂന് സഖീല, ഒരു ശ്രദ്ധയുള്ള നൂനിലാണ്. വലനബുലുവന്നകും, അതായത് ഒരു ലാമു തൗക്കീദിന് ശേഷം ഒരു നൂനു സഖീല, ഒരു ശ്രദ്ധയുള്ള നൂന് വന്നാൽ അള്ളാഹു ഏറ്റവും ശക്തമായി ഉറപ്പിച്ച് പറയണ കാര്യമാണെന്നാണ് ഗ്രാമറിൽ ഒരു ഉറപ്പിച്ചൊരാൾ പറയണേ. അപ്പം നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ് മലയാളത്തിൽ അർത്ഥം വെക്കുക. പരീക്ഷിക്കുക തന്നെ ചെയ്യും, ആരും അതിന് രക്ഷപ്പെടൂല. മിനൽ ഖൗഫ്, ആദ്യം പറഞ്ഞാൽ എന്താ പറയുക? മിനൽ ഖൗഫ്, പേടി എന്നാണ്. പേടിയിൽ നിന്ന് ചിലത്, എല്ലാ പേടി എല്ലാവർക്കും ഉണ്ടാവില്ല, ചില പേടികൾ അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള പേടിയുണ്ട്. ഇപ്പോൾ ബിസിനസ്സുകാരാണെങ്കിൽ അല്ലേ, ഏത് ബിസിനസ്സും ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 25 കൊല്ലം മുമ്പുള്ള മുതലാളിമാരല്ല ഇന്നിപ്പോൾ ലോകത്തിലെ മുതലാളിമാർ. നമ്മളിപ്പോൾ തന്നെ ഈ ലിസ്റ്റിൽ പേര് കേട്ട വലിയ വലിയ മുതലാളിമാർ, പേരൊന്നും ഞാൻ പറയില്ല, ഓരോന്നും 25 കൊല്ലം മുമ്പ് മുതലാളിമാരായിരുന്നില്ല. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏത് ബിസിനസ്സാണെങ്കിലും ഈ ബിസിനസ് എപ്പോൾ അവസാനിക്കും, എപ്പോൾ പൊളിഞ്ഞു പോകും, എപ്പോൾ പുതിയ എതിരാളി വരുന്ന ആർക്കും എല്ലാവർക്കും ചെറിയ പേടി ഉണ്ടാവും. ഇപ്പം ഈ മഴ എങ്ങനെ പെയ്യുമ്പം എല്ലാവരോട് ചോദിച്ചാൽ എന്താ മഴ അല്ലേ, ഭയങ്കര മഴ, വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? ഇപ്പം താഴെ ഭാഗത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വിചാരിക്കും വെള്ളം മൂടി എന്തെങ്കിലും അപകടത്തിൽ നമ്മൾ വിട്ടുപോകുമെന്ന്. മുകളിലുള്ളവർ എത്ര സുരക്ഷിതരാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്, അല്ലെ താഴെയുള്ളവൻ വിചാരിക്കണം ഈ വെള്ളമൊക്കെ കൂടി ഇങ്ങോട്ടാണല്ലോ വരുന്നത്, കുറച്ച് ഉയർന്ന പ്രദേശമാണെങ്കിൽ കുറച്ചുകൂടി സേഫായിരുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും.
എന്നാൽ ഉയർന്ന പ്രദേശത്തിരിക്കുന്ന ആൾക്കാർ അതിനേക്കാൾ വലിയ പേടിയിലാണ്. ഇതൊക്കെ കൂടി എപ്പോഴാണ് ഉരുൾപൊട്ടി താഴത്തേക്ക് പോവുക, മഴ ഇങ്ങനെ ശക്തമായ വരുന്ന മഴ ഇങ്ങനെ മലയൊക്കെ പൊതിർന്ന് നിൽക്കുമ്പം ഉയരത്തിലുള്ളവനും പേടിയാണ് ഇതെപ്പോഴാണ് കൂടി പൊട്ടി താഴത്തേക്ക് പോവുക എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ നിൽക്കണവനും പേടിയാണ്. ഇതിലൊക്കെ ഈ മേലെ നിന്നുള്ള മലകളും ഈ എന്താണ് കുന്നുകളൊക്കെ കൂടി പൊട്ടി ഒലിച്ച് നമ്മളെ മേത്ത് കൂടെയാണോ അത് നമ്മളെ മുകളിലൂടെയാണോ അത് പോവുക എന്ന് പേടിച്ചു. അപ്പം ഈ പേടിയിൽ നിന്ന് ആരും ഒഴിവല്ല. ഒരാൾ മരിക്കണമെന്ന് നമുക്ക് എങ്ങനെ ഏത് രൂപത്തിലാണ് അപകടം വരാന്ന് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ സാധ്യമല്ലാത്ത, അല്ലെങ്കിൽ ഒരു മുൻപരിചയമില്ലാത്ത രൂപത്തിൽ കൂടി മരണം കടന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഒരു ഖൗഫ്, ഒരു പേടി, അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ആ പേടിയിൽ നിന്ന് ആരും മുക്തരല്ല. അല്ലെ എന്തെങ്കിലും തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വരുമോ, തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമോ എന്ന് പേടിക്കുന്നവരുണ്ട്. തനിക്കെന്തെങ്കിലും അസുഖം വരുമോ, ഒരു അസുഖം പോലും ഇല്ലാതെ എന്തെങ്കിലും അസുഖം വരുമെന്ന് ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട്, അല്ലേ, ഓരോ ടെൻഷനായിട്ട് ഓരോ ടെസ്റ്റുകൾ പോയി ചെയ്യും. ചെറിയ നെഞ്ചുവേദന, എക്കോ എടുക്കുന്നു, ECG എടുക്കുന്നു, ഒന്നും കാണില്ല. ആൻജിയോഗ്രാം ചെയ്തു നോക്കുന്നു, അതിലും കാണില്ല, പക്ഷെ ടെൻഷനാണ്. അറ്റാക്ക് വരുമോ? അപ്പോൾ അതൊരു ഖൗഫ്, അത് പരീക്ഷണമാണ്. വിശപ്പൊരു പരീക്ഷണമാണ്, അല്ലേ? വിശപ്പ് നമ്മളെ ചിലപ്പോൾ നമ്മളെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മളൊരു തലമുറക്കൊന്നും ചിലപ്പം വിശപ്പ് എന്താണെന്ന് അറിയുണ്ടാവില്ല. അത്രയും സുഭിക്ഷതയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ത് തിന്നണം എന്നതിൽ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. തിന്നാൻ കിട്ടാത്തൊരു പ്രശ്നമല്ല, എന്ത് തിന്നണം, അല്ലെങ്കിൽ ഇന്ന രോഗങ്ങൾ കൊണ്ട് ഇന്നത് തിന്നാൻ പാടില്ല എന്നതുകൊണ്ടുള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. ഭക്ഷണം കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടില്ല. പക്ഷെ പലപ്പോഴും ആളുകൾ ചില സർജറികളൊക്കെ, ചില അസുഖങ്ങളൊക്കെ വന്നിട്ട് 2-3 ദിവസം മൂക്കിലൂടെയൊക്കെ ട്യൂബിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ്, അതനുഭവിക്കുമ്പോഴാണ് ഒരാൾ വിശപ്പിൻ്റെ വില മനസ്സിലാകുന്നത്. 3 ദിവസം മൂക്കിലൂടെ ട്യൂബിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പം കുടലിന് അസുഖമായത് കാരണം അന്ന് അയാൾക്ക് മനസ്സിലാകും എന്താണ് വിശപ്പെന്ന്. സ്വത്തുക്കളും വിഭവനഷ്ടങ്ങൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഉറ്റപ്പെട്ട ആളുകൾ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോവുക. ഇതുകൊണ്ടൊക്കെ നാം മനുഷ്യനെ പരീക്ഷിക്കുമെന്നാണ്. ചിലപ്പോൾ കൃഷി നഷ്ടമായിരിക്കും, കച്ചവടത്തിൽ നഷ്ടമായിരിക്കും, ആരെങ്കിലും മരിച്ചു പോകലായിരിക്കും. വബശ്ശിരി സ്വാബിരീൻ, എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും പ്രയാസങ്ങളിൽ, ഇത്രയും പരീക്ഷണങ്ങൾ അള്ളാഹു പറയുമ്പോഴും അള്ളാഹു അവിടെ പറയുന്നത് എന്താണ്? ഈ പരീക്ഷണങ്ങളൊക്കെ വരുമ്പം സന്തോഷ വാർത്ത അറിയിക്കാനാണ്, അല്ലെ? ഒരു പ്രയാസത്തിൽ ഒരാളെ സന്തോഷ വാർത്ത അറിയിക്കാനാണ്. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ് പ്രവാചകനോട് പറയുന്നത്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. പലപ്പോഴും ആളുകൾ മരിച്ചാലാണ് സാധാരണ പറയാം. ഇപ്പം തിയേറ്ററിലൊക്കെ കറണ്ട് പോകുമ്പോൾ നമ്മൾ അറിയാണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചെല്ലും. അപ്പോൾ കുറച്ച് പരിചയം ആരെങ്കിലും മരിച്ചോ എന്ന് ചോദിക്കണതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ മരിച്ചാൽ ചെല്ലണ സാധനമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനല്ല, നമുക്കൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ, എന്തെങ്കിലും ഒരു മുസീബത്ത് അവരെ ബാധിച്ചാൽ, ഒരു പ്രയാസം, ഒരു പ്രതിസന്ധിയെ ബാധിച്ചാൽ അവർ പറയും, ആ ക്ഷമാശീലരായ ആളുകൾ എന്ത് പറയും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഇത് വല്ലാത്തൊരു തിരിച്ചറിവാണ്. നമ്മൾ എന്തിന് ഭൂമിയിലേക്ക് വന്നു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്, ഫഅയ്ന തദ്ഹബൂൻ, എടാ ചങ്ങായിമാരെ, നിങ്ങൾ എങ്ങോട്ടാണ് പോണത്? നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഫഅയ്ന തദ്ഹബൂൻ. ആ ചോദ്യത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു ഉത്തരമുണ്ട്. നമുക്ക് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ എവിടെ നിന്ന് വരുന്നു? ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ എന്ന് സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രശ്നങ്ങൾ നമുക്ക് വലുതാണ്. നമ്മളെ സാമ്പത്തികമായ പ്രയാസങ്ങൾ, നമ്മളെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധി വളർച്ചയില്ലാത്തൊരു കുട്ടി, അങ്ങനെ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒട്ടേറെ ഓരോരുത്തർക്കും അത് ഓരോ രൂപത്തിലായിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അള്ളാഹു ചോദിക്കുകയാണ്,
നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങൾ പ്രസ്താവ്യമല്ലാത്ത ഒരു കാലഘട്ടം, നമ്മളെ പേരുച്ചരിക്കപ്പെടാത്ത, നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാലഘട്ടം നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ വർഷമായി പ്രപഞ്ചം ഉണ്ടായിട്ട്. ഇവിടെ മനുഷ്യൻ വന്നിട്ട് എത്രയോ കാലങ്ങളായി അല്ലേ? ഞാൻ ഇന്നൊരു ഡേറ്റിന് മുമ്പ്, ജനിക്കുന്നതിന് മുമ്പ്, എൻ്റെ വാപ്പയും ഉമ്മയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്നെ പറ്റി ഇവിടെ ആരും ചർച്ചല്ല. ഞാൻ ഇവിടെ ഈ ഭൂമിയിലില്ല. ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഇവിടെ എത്രയോ തലമുറകൾ ജീവിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള ഓർമ്മിപ്പിക്കാണ്. ഒന്നും അല്ല, ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചു പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ ഒരു 40-45 വർഷമായിട്ടാണ് ഞാനിവിടെ ഈ ഭൂമിയിൽ ഒരു ജനിച്ചതും എൻ്റെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. അതിനു മുമ്പേ ഇവിടെ മനുഷ്യനുണ്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. പ്രസ്താവ്യമല്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള ഓർമ്മിപ്പിക്കാണ്. അപ്പോൾ എവിടുന്നാണ് നമ്മൾ വരുന്നത്? ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത് നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആ തിരിച്ചറിവ്, നമ്മൾ എന്തിനീ ഭൂമിയിലേക്ക് വന്നു എന്ന് സ്വസ്ഥമായിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ഒന്നുകൂടെ 2 മിനിറ്റ് നമ്മൾ സീരിയസ് ആയിട്ട് ഈ ചോദ്യത്തെ ഒന്ന് ആലോചിച്ചാൽ ഈ ജീവിതത്തെ പറ്റി നമ്മൾ തിരിച്ചറിയും. എന്താണ് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം? ഈ ജീവിതത്തിൽ ആരാണ് വിജയിക്കുന്നത്? എന്താണ് ജീവിതത്തിലെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും മാനദണ്ഡം എന്താണ്? അപ്പം നമ്മൾ മനസ്സിലാക്കിയ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, നമ്മൾ ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇതൊക്കെ തുറന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ മുന്നിലേക്ക്, നമ്മളെ തലച്ചോറിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് വിജയം അല്ലേ? നല്ല ജോലി വേണം, നല്ല ശമ്പളം വേണം, നല്ലൊരു വീട് വേണം, നല്ല വണ്ടി വേണം, മക്കളൊക്കെ നല്ല ഉയർന്ന നിലയിലെത്തണം. ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ വിജയങ്ങൾ. ഇതൊന്നുമില്ലാത്തവർ പരാജയപ്പെട്ടവരാണ് അല്ലേ? മക്കൾക്ക് നല്ല ഒരു ജോലിയില്ല, മക്കൾ വലിയ പ്രയാസത്തിലാണ്, സ്ഥിരമായ ജോലിയില്ല, സ്ഥിരമായ വരുമാനമല്ല, നല്ലൊരു വീടില്ല, വാടക വീട്ടിലാണ് കാലങ്ങളായി താമസിച്ചു കൊണ്ടിരിക്കുന്നത്, നിത്യരോഗിയാണ്. ഇതൊക്കെ ഒരു പരാജയമായിട്ട്, ഇതൊക്കെ വലിയ പ്രയാസമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നമ്മളെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. എവിടെയാണ്, എന്താണ് വിജയം? ഈ ദുനിയാവിലെ എന്തെങ്കിലും വിഭവങ്ങളുടെ ആധിക്യം അല്ലേ? ഇവിടെ സാലറി വർദ്ധിച്ചു കിട്ടുക, വരുമാനം കൂടിക്കിട്ടുക, കുറച്ച് സ്വത്തുണ്ടാകുക എന്നതാണോ സഹോദരങ്ങളെ ജീവിതത്തിൽ വിജയം? അല്ലെങ്കിൽ ഒരു അസുഖമില്ലാതെ ജീവിക്കാൻ പറ്റുക, അതാണോ വിജയം? അത് കൃത്യമായിട്ട് നമ്മൾ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. നമ്മളെ മാനസിക നില നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്, അല്ലാഹുവിലേക്കാണ് നിങ്ങൾ മടങ്ങേണ്ടവർ. അവൻ്റെ അധീനത്തിലേക്കാണ് നിങ്ങൾ മടങ്ങേണ്ടവരാണ് നിങ്ങൾ എന്നാണ് പ്രഖ്യാപിക്കാൻ പറയുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കുന്നവർ, അത് പ്രഖ്യാപിക്കണമെങ്കിൽ എന്താണ്? ആ ബോധം മനസ്സിൽ വേണം. ഞാൻ റബ്ബിലേക്ക് മടങ്ങേണ്ടവനാണ്. ഇതൊരു താൽക്കാലികമായ പരീക്ഷണത്തിൻ്റെ വേദിയാണ്. അത് തിരിച്ചറിയാൻ കഴിയാന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. എന്നിട്ട് അല്ലാഹു പറയാണ്, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യമുള്ളത്, അനുഗ്രഹം ലഭിക്കുന്നത് അവർക്കാണെന്നാണ്. അവരാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ, ആ നിലപാട് ജീവിതത്തിൽ കൈവരിച്ച ആളുകൾ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രതിസന്ധികളാണ് നമുക്ക് പ്രയാസമുള്ള, നമ്മൾ അങ്ങേയറ്റം ഭയപ്പെടുന്ന കാര്യങ്ങൾ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, യാക്കൂബ് നബി, സൂറത്ത് യൂസുഫ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, യാക്കൂബ് നബിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്നത് യൂസുഫിൻ്റെയും ബിന്യാമിൻ്റെയും വിഷയത്തിലായിരുന്നു. അതിൽ തന്നെയാണ് യാക്കൂബ് നബി പരീക്ഷിക്കപ്പെട്ടത് അല്ലേ? യാക്കൂബ് നബി ഏറ്റവും ഭയപ്പെട്ട കാര്യം, പലപ്പോഴും ഒരാൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്താണോ അതാണ് സംഭവിക്കുക സാധാരണ. കാരണം അയാളെ പരീക്ഷിക്കാനുള്ള മാർഗം അതാണ്. ഇപ്പം സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ പൈസ തീരെ മൈൻഡില്ല, അത് വരെ പോകുകയെ എന്തെങ്കിലും ആകട്ടെ, അതിൽ ഒരു കുലുങ്ങാത്ത ആളുകളുണ്ടാവും. അവർക്ക് സാമ്പത്തികമായ പരീക്ഷണങ്ങൾ വന്നാൽ അവർ അനങ്ങൂല, അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹു അവരതിൽ പരീക്ഷിക്കൂല. നമ്മളെ ഏറ്റവും
ഷെയ്ക്കാകപ്പോൾ നമ്മളെ ഏറ്റവും കുലുങ്ങെപ്പോഴാണോ അങ്ങനത്തെ വിഷയത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാകുക. ഏത് വിഷയത്തിലാണോ അതിലാണ് അള്ളാഹു ഒരാളെ പരീക്ഷിക്കുക. അല്ല, നമുക്ക് പ്രയാസം ഉണ്ടാകാത്തൊരു വിഷയത്തിൽ നമുക്ക് പരീക്ഷണമല്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു നിലപാട് നമുക്ക് അള്ളാഹുവിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത്, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന ഒരു വിചാരത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ അവിടെ വിചാരണയുണ്ട്, അവിടെ പ്രതിഫലമുണ്ട്. ഇതാണ് നമ്മൾ ഫാത്തിഹയിലൊക്കെ നമ്മളെ ബോധ്യപ്പെടും. ഒരു ദിവസം 17 പ്രാവശ്യം നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ഈ ഒരു നിലപാട് നമ്മൾ പ്രഖ്യാപിക്കാണ്. അത് നമ്മളെ സ്വയം ഓർമ്മപ്പെടുത്താണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ അസർ നിസ്കരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ 4 ഫാത്തിഹ ഓതിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. 4 ഫാത്തിഹ അസർ നമസ്കാരത്തിൽ ഓതിയിട്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് വന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇവിടെ നമ്മൾ ഈ കാണുന്ന സൃഷ്ടി പ്രപഞ്ചം, അതിനപ്പുറത്ത് നമുക്ക് കാണാത്ത ഗ്രഹങ്ങൾ, ഇതിൻ്റെയൊക്കെ ഉടമസ്ഥനായ അള്ളാഹുവിനാണ് സ്തുതി സർവവും. അർ റഹ്മാനി റഹീം, അങ്ങേറ്റം കാരുണ്യവാനാണ്. റഹ്മാനും റഹീമുമാണ് അള്ളാഹു എന്ന് പ്രഖ്യാപിക്കുകയാണ്. മാലിക് യൗമിദ്ദീൻ, ഒരു വിചാരണ, ഈ മരണത്തിന് ശേഷം ഒരു വിചാരണ വരാണ്ട്. ആ വിചാരണയുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. അവിടെ വേറൊരാൾക്കും അധികാരമില്ല, വേറൊരാൾക്കും. ഇവിടെ നമുക്ക് എന്തൊക്കെ പലതരത്തിലുള്ള നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് ഉണ്ട്, അധികാരികളുടെ അധികാരങ്ങൾ, ദുർവിനിയോഗങ്ങൾ, ഇവിടെയൊക്കെ അനീതി ആണ് പൂർണ്ണമായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു പ്രതീക്ഷയാണ് എന്ത്, നാളെ പടച്ചോൻ്റെ ഒരു കോടതി ഉണ്ട് എന്ന് ആൾക്കാർ പറയും. പലപ്പോഴും പ്രയാസം ഉണ്ടാകുമ്പം പടച്ചോൻ്റെ കോടതിയിൽ വെച്ച് കാണാമെന്ന്, അതൊരു പ്രതീക്ഷയാണ്. അത് നമ്മൾ പ്രഖ്യാപിക്കാണ്. ആ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അന്ന് ഓരോ അണുമണി തൂക്കം നന്മ ചെയ്തവ അവിടെ കാണുന്നതാണ്. ആ നന്മ തൻ്റെ ഏടിൽ കാണും. അണുമണി തൂക്കം തിന്മ ചെയ്തവർ അതവർ കാണും. അങ്ങനത്തെ ഒരു ശക്തമായ വിചാരണ. അത് ചോദിക്കി, സ്വർഗവും നരകവും ഹാജരാക്കിക്കൊണ്ടാണ് വിചാരണ തുടങ്ങുന്നതാണ്. ഏറ്റവും അപകടം പിടിച്ച ദിവസം എന്നാണ് വിശുദ്ധ ഖുർആൻ ആ വിചാരണ ദിവസത്തെ പറ്റി പറഞ്ഞത്. ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുള്ള ഒരു ദിവസമാണ് വിചാരണ സംഭവിക്കുക. അത്രയും പ്രയാസകരമായൊരു ദിവസത്തിൽ നാളെ റബ്ബിൻ്റെ മുമ്പിൽ എണീറ്റ് നിൽക്കേണ്ടി വരുമെന്നാണ്. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കായി വാതീഹിം യൗമൽ ഖിയാമത്തി ഫർദ എന്നാണ്. ഒറ്റക്കൊറ്റക്ക് ആളുകൾ വിചാരണക്ക് വരുന്നതാണ്. അത്രയും ശക്തമായൊരു വിചാരണ. അതാണ് മാലിക് യൗമിദ്ദീൻ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധം എന്താണ്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അവിടെ ഈ ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തിച്ചോ, ഞാൻ എന്തൊക്കെ സമ്പാദിച്ചോ അതിന് ഞാൻ കാരണം പറയേണ്ടി വരും. എങ്ങനെ നേടി, എൻ്റെ ഓരോ സമ്പത്തും സമ്പാദ്യങ്ങളും ഞാൻ എങ്ങനെ നേടി, ഞാൻ എങ്ങനെ ചെലവഴിച്ചു എന്ന് നാളെ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ കൃത്യമായിട്ട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പം അതൊരു ജീവിതത്തിന് നമുക്ക് നൽകുന്നൊരു കാഴ്ച. അതിങ്ങനെ ഇടക്കിടക്ക് പറയുമ്പോൾ നമ്മളത് അപ്ഡേറ്റഡ് ആകാണ്. ആ ബോധം നമ്മൾ നിലനിർത്തുകയാണ് ഈ ഫാത്തിഹയിലൂടെ. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പലതരത്തിൽ പരീക്ഷിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണമാണ് രോഗമെന്നത്. ഒരാൾ രോഗിയാകുക, രോഗം എന്നൊക്കെ പറയുമ്പം അതിൽ സമ്പത്തോ ഒന്നും ഒരു മാനദണ്ഡമല്ല. എത്ര വലിയ സമ്പന്നനാണെങ്കിലും രോഗിയാകുക എന്നുള്ളത് അതൊരു പരീക്ഷണമാണ്. അതാരും അതിൽ നിന്ന് ഒഴിവല്ല. അത് ചെറിയ രൂപത്തിലുള്ള അസുഖമാകാം, ചിലപ്പോൾ വലിയ രൂപത്തിലുള്ള അസുഖമാകാം. എന്ത് അസുഖമാണെങ്കിലും ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അവിടെ പണമില്ലാത്തവനും പണമുള്ളവനും, സ്വാധീനമുള്ളവനും സ്വാധീനമില്ലാത്തവനൊക്കെ ഏകദേശം പിന്നെ ഒരുപോലെയാണ്. നല്ലൊരു ശക്തമായ വൈറൽ പനി വന്നാൽ ഇവിടെ പണമുള്ളവനും പണമില്ലാത്തവനും, സ്വാധീനമുള്ളതും സ്വാധീനമില്ലാത്തവനൊക്കെ ശക്തമായ മേലുവേദന ഉണ്ടാവും. അത് വൈറസ് ആളെ നോക്കിയിട്ടല്ല അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാകും. ഇതെല്ലാവർക്കും ഒരേപോലെയാണ്. അസുഖത്തിൻ്റെ പ്രയാസങ്ങൾ എല്ലാവരും ഒരേപോലെയാണ് അനുഭവിക്കുക. പിന്നെ എന്താണ് വ്യത്യാസം, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസിക്ക് പനി വരുന്നതും ഒരു അവിശ്വാസിക്ക് പനി വരുന്നതും തമ്മിലുള്ള മാറ്റം എന്താണ്? വിശുദ്ധ ഖുർആന് സൂറത്തു നിസാഇൽ പറയുന്നുണ്ട്. എന്താണ്? അതായത് യുദ്ധം കഴിഞ്ഞിട്ട് രണ്ട് കൂട്ടരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യുദ്ധം കഴിഞ്ഞ് രണ്ട് വിഭാഗത്തിൽ, വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ശക്തമായ മുറിവേറ്റ് പ്രയാസപ്പെട്ട് നിൽക്കുക. രണ്ട് വിഭാഗത്തിലും മരിച്ചവരുണ്ട്, രണ്ടു കൂട്ടരിലും പരിക്കേറ്റവരുമുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ്?
നിങ്ങൾ വേദനിക്കുന്നവരാണെങ്കിൽ അവരും വേദനിക്കുന്നവരാണ്. കമാ തഅ്ലമൂന, നിങ്ങൾ വേദനിക്കുന്ന പോലെ. നിങ്ങൾക്ക് വാളും കുന്തൊക്കെ തട്ടിയിട്ട് മുറിവേറ്റ് നിങ്ങൾ വേദനിക്കുന്ന പോലെ അവർക്കും മുറിവേറ്റിട്ടുണ്ട്, അവർക്കും വേദനയുണ്ട്. നിങ്ങൾ വേദനിക്കുന്ന പോലെ അവരും വേദനിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്, വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ. പക്ഷെ നിങ്ങളൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന്. അതാണ് വ്യത്യാസം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്താണ്? നാളെ അള്ളാഹു ഈ പ്രയാസത്തിന് പ്രതിഫലം നൽകുമെന്ന്, ഈ മുറിവേറ്റതിന് നാളെ റബ്ബിന്റെ വിചാരണയിൽ എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് വ്യത്യാസം. വകാന അല്ലാഹു അലീമൻ ഹകീമ. അള്ളാഹു ഏറ്റവും നല്ല അറിവുള്ളവനും യുക്തിയുള്ളവനുമാണ്. അപ്പോൾ അള്ളാഹു ഇതൊക്കെ അറിയുന്നുണ്ട്. അള്ളാഹു ഇതൊന്നും അറിയാതെ പോകുന്നവനല്ല. നമുക്കുള്ള ചെറിയ പ്രയാസങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനൊരു ഹിക്മത്തുണ്ട് ഈ വിഷയത്തിൽ. അത് അള്ളാഹുവോട് നമ്മളോട് ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ്. അപ്പം അതാണ് വിശ്വാസി ഒരു പരീക്ഷണത്തിൻ്റെ മുന്നിൽ വ്യത്യസ്തനായി നിൽക്കുന്നത്, വേറിട്ട് നിൽക്കുന്നത് ഈ ഒരു നിലപാട് കൊണ്ടാണ്. ഇതിനെനിക്ക് പ്രതിഫലം കിട്ടും, ഇതൊരു പരീക്ഷണമാണ്, നാളെ റബ്ബിൻ്റെ കോടതിയിൽ എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന ബോധം. നമുക്കൊരു അസുഖം ഉണ്ടായാൽ അള്ളാഹുവാണ് എൻ്റെ അസുഖം സുഖപ്പെടുത്തുന്നത്. അപ്പം ഏതൊരു പ്രയാസം, ഒരു പരീക്ഷണം, നമുക്കൊരു നെഗറ്റീവായൊരു കാര്യം വരുമ്പോൾ, നമുക്ക് മാനസികമോ ശാരീരികമോ ആയ അസ്വസ്ഥതയുണ്ടാക്കുന്ന, അത് എത്ര നിസ്സാരമാകട്ടെ, നമ്മളെ കുട്ടി പരീക്ഷയിൽ തോറ്റു, ഇപ്പോൾ എൻട്രൻസ് എഴുതി ഒന്നും കിട്ടിയില്ല അല്ലേ, റിപ്പീറ്റ്, രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, മൂന്നാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, നിർബന്ധത്തിന് അയച്ചതാണ്, നമുക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, കുട്ടി പറഞ്ഞിട്ട് മനസ്സിലാകണില്ല, എന്നുവെച്ച് പരീക്ഷ ഇഞ്ഞും പോയി പഠിച്ചോ എന്ന് പറഞ്ഞ് മൂന്നാമത്തെ എഴുതി തോറ്റു, റാങ്ക് ലിസ്റ്റിൽ പേര് കാണില്ല, അല്ലെങ്കിൽ റാങ്ക് ആദ്യത്തെക്കാൾ മോശമായി. ഇതൊക്കെ പ്രയാസമാണ്. ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനമൊക്കെയാണ്. കാരണം ആൾക്കാരിങ്ങനെ പറയുന്നത്, ആ മൂന്നാമത്തെ എഴുതി ഓളെ കുട്ടിക്ക് പയ്യനേക്കാൾ മോശമായി റാങ്ക് എന്ന് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും. അപ്പം ഇതൊക്കെ പരീക്ഷണമാണ്. ഈ ഇങ്ങനത്തെ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ അല്ലേ. നമ്മളെ പാല് ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പാലൊന്നായിട്ട് തിളച്ച് ചിന്തിപ്പോയി, അത് വിഷമമുണ്ടാവും. എൻ്റെ ഒരു ശ്രദ്ധക്കുറവുകൊണ്ടാണല്ലോ അത് വന്നത് എന്നത്. ആ വിഷമത്തിന് പോലും നിങ്ങൾക്ക് കൂലിയുണ്ട്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കുന്ന ശാരീരികവും മാനസികവുമായ എത്ര ചെറിയ പ്രയാസമായിക്കോട്ടെ, അതിനൊക്കെ അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് അല്ലെ. എൻ്റെ പ്രശ്നം എന്നെക്കാൾ ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന ബോധം. അള്ളാഹു അറിയുന്നുണ്ടോ ഇല്ലെന്ന് ഉറപ്പല്ലേ. അള്ളാഹു നമ്മളെ പ്രശ്നങ്ങളൊക്കെ അറിയുന്നവനാണ് അള്ളാഹു. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ആ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്നുള്ള വിശ്വാസം അത് നമുക്കില്ലേ. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് നമ്മൾ ഓതുന്നത്. അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാം അറിയുന്നവനാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ഖുർആനിൽ ഓതിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എൻ്റെ പ്രശ്നങ്ങൾ എന്നെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് അള്ളാഹു. അത് ഉറപ്പാണ്. അത് പരിഹരിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു. ആ അള്ളാഹു ഇതൊക്കെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന്. അപ്പോൾ ആ പടച്ചവനുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താണ്, അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മളെ ഭാഗത്ത് നിന്ന് ആ പരീക്ഷണം വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം വരുമ്പം, ഒരു പ്രതിസന്ധി വരുമ്പം എന്താണ് ഒരാൾ ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. വസ്തഈനൂ, നിങ്ങൾ സഹായം ചോദിക്കണം. ബിസ്സബ്രി വസ്സലാത്ത്, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും. ഒരു പ്രതിസന്ധി വരുമ്പോൾ, അത് രോഗമാകട്ടെ, എന്ത് പ്രയാസമാകട്ടെ, മാനസികമോ ശാരീരികമായ എന്ത് ബുദ്ധിമുട്ടാകട്ടെ, അവിടുത്തെ ഒരു വിശ്വാസിയുടെ നിലപാടെന്താണ്? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്. അല്ലാഹ് പറഞ്ഞെന്നാണ്, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കുക, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും.
നിങ്ങൾ അല്ലാഹുവിനോട് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. ഭക്തിയുള്ള ആളുകൾക്ക്, ഖാശിഈങ്ങളായ ആളുകൾക്ക് അല്ലാത്തവർക്ക് അത് വലിയ ഭാരമാണെന്നാണ്, പ്രയാസമാണ്. ഒരു പ്രയാസവും പ്രതിസന്ധിയും വരുമ്പം അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും ഒരാൾക്ക് പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ അത് വിശ്വാസികൾക്ക് മാത്രമേ കഴിയൂ. അതാർക്കാ കഴിയാന്ന് പഠിച്ചോ അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. എന്തൊരു ആയത്താ നോക്കിയോളൂ. അല്ലദീന യളുന്നൂന, ആരാണ് ഖാശിഈങ്ങൾ എന്ന് പറയണേ? ആരാണ് ഭക്തിയുള്ള ആളുകൾ? ഭക്തിയുള്ള ആളുകൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതാണ്. അതാരാണ് ഖാശിഈങ്ങൾ? അല്ലദീന യളുന്നൂന, അവർ വിചാരിക്കുന്നുണ്ട്, അന്നഹും മുലാഖൂ റബ്ബിഹിം, തങ്ങൾ തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന്. അവരാണ് ഖാശിഈങ്ങൾ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന് പ്രഖ്യാപിക്കുന്നവർ. ഞങ്ങൾ അള്ളാഹുവിൽ നിന്നാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അവരാണ് ഖാശിഈങ്ങൾ. അല്ലദീന യളുന്നൂന, അവർ വിചാരിക്കുന്നുണ്ട്, അന്നഹും മുലാഖൂ റബ്ബിഹിം, അന്നഹും തീർച്ചയായിട്ടും അവർ, മുലാഖൂ റബ്ബിഹിം അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് അവർ തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട്. വഅന്നഹും ഇലൈഹി റാജിഊൻ, തീർച്ചയായും അവരിലേക്ക്, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അവരാണ് ഖാശിഈങ്ങൾ. അവർ ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രതിസന്ധി വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി ധൃതി കൂട്ടുന്നതാണ്. ബിലാലെ ഇഖാമത്ത് കൊടുക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതി കൂട്ടും നമസ്കരിക്കാൻ വേണ്ടി. കാരണം നമസ്കരിക്കുമ്പോൾ അങ്ങേയറ്റത്തെ സമാധാനം കിട്ടുമായിരുന്നു. നമ്മൾ 10, 45, 50, 60 കൊല്ലം ജീവിക്കുന്നു. നമ്മൾ എന്നെങ്കിലും ഒരു പ്രയാസം ഉണ്ടായപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് സഹോദരങ്ങളെ, ഒരു 2 റക്അത്ത് നിസ്കരിക്കാന്ന്. ഒരു പ്രതിസന്ധി വരുമ്പോൾ 4 ആളെ വിളിച്ചു നോക്കുക, എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നതിന് പുറമെ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? അതാണ് യഥാർത്ഥ വിശ്വാസികൾ ചെയ്യുക. അതാണ് യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മാതൃകയാക്കുന്ന ആളുകൾ ചെയ്ത കാര്യമാണത്. അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ. അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവങ്കിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്യും? വസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്ത്, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് അവർ സഹായം തേടുമെന്നാണ്.